ഹായ് ഗായ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വ്ളോഗ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീട്രൂട്ട് കിച്ചടീൻ്റെയും അതുപോലെ തന്നെ ചീരച്ചേമ്പ് തോരൻ്റെയും റെസിപ്പി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന്. പിന്നെ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പലരും പലരുടെ സ്റ്റൈലിലായിരിക്കും ചെയ്യുന്നുണ്ടാവാം. ഇത് നമ്മുടെ സ്റ്റൈൽ ഓഫ് പച്ചടിയും അതുപോലെ തന്നെ തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് വലിയൊരു ബീട്രൂട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. പക്ഷേ ഇതാണ് കുറച്ചുകൂടി പെട്ടെന്ന് വേവുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ആക്കിയെടുക്കുന്നത്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് സ്റ്റൗ കത്തിച്ച് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഓവർ വെള്ളം ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പച്ചടി വെള്ളപ്പച്ചടി ആയിപ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡവറ അവിടെ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആയുധം നമ്മുടെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത മെയിൻ സാധനം. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും വെള്ളവും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ. നന്നായിട്ട് വറ്റി വരണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല വറ്റി തിക്കായിട്ട് വരണം. അതിന് ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഏകദേശം ഒരു അരക്കപ്പ് ആണ് തേങ്ങ ചിരവി എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നന്നാക്കി നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുത്ത് മറ്റേ കൈനെ കൊണ്ട് ഇടാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിലേക്ക് ആവശ്യമായ തൈര് കട്ടയൊക്കെ പോക്കിയിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. നന്നായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഈ അരപ്പ് നമ്മുടെ ഈ ബീട്രൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഇല്ലാത്ത ബീട്രൂട്ടാണ്. നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുത്താണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരാണ്, കട്ടയൊക്കെ പോക്കി വെച്ചിരിക്കുന്ന തൈരാണ് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം നന്നായിട്ട് മിക്സിലാണ് കാര്യം കേട്ടോ. നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമ്മളത് മിക്സ് ചെയ്യണം. തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരണം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി എടുക്കുക. ഈ കളറ് കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ തോരനൊന്നും വെക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കളറല്ലല്ലോ ഉണ്ടാവില്ല. പക്ഷേ ഈ പച്ചടിക്ക് ഭയങ്കര നല്ല കളറാണ് കേട്ടോ. കളർ കണ്ടാൽ തന്നെ ഇപ്പം തന്നെ നമുക്ക് കഴിക്കാനൊക്കെ തോന്നും. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ പണികൾ ബാക്കിയുണ്ട്. അതും കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ പച്ചടി സെറ്റായിട്ട് വരിക. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് താളിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്ക് തീ പിടിച്ച ഇലയാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യാറ് കേട്ടോ. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇതിലോട്ട് നമുക്കിനി കടുകാണ് ഇട്ട് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കുക. നമ്മുടെ കടുകിനൊരു പ്രത്യേകത ഉണ്ട്. ഒന്നും ചട്ടിയിലുണ്ടാവില്ല. എല്ലാം പുറത്തോട്ടാണ് പൊട്ടിത്തെറിച്ച് പോവുക കേട്ടോ. എനിക്ക് തോന്നുന്നു കടുകിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉള്ള കടുകാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ പ്രശ്നം നമുക്കറിയില്ല. എല്ലാം പുറത്തോട്ടാണ് പോകുന്നത്. അതിനുശേഷം വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 വറ്റൽമുളക് നന്നായിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പില, ഇത് നമ്മുടെ നാടൻ കറിവേപ്പിലാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. കറിവേപ്പിലയ്ക്കൂടെ ക്ഷാമില്ലാത്തതിനോട് നന്നായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് എല്ലാത്തിനും ആഡ് ചെയ്യുന്നൊരു കാര്യമാണ് കറിവേപ്പില കേട്ടോ. എല്ലാത്തിനും നമ്മൾ ഒരുപാട് ആഡ് ചെയ്യാറുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വറ്റൽമുളകൊക്കെ ഏകദേശം ഒരു കളറ് മാറി ഒരു ബ്രൗണിഷ്, ഒരു ബ്ലാക്കിഷ് കളറായിട്ട് വരണം. കരിഞ്ഞു പോയത് അത് ശ്രദ്ധിക്കണം. ഒരു കളറ് മാറി നല്ലൊരു കളറിലേക്ക് വന്നാൽ മതി. ഇനി ഇത് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഉണ്ടാക്കി വെച്ചതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. വെളിച്ചെണ്ണ കുറച്ച് കുറവ് പോലെ തോന്നി, അതുകൊണ്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുത്ത് നല്ല സെറ്റായിട്ട് വരട്ടെ. ഏകദേശം വറവൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ മാറ്റി വെച്ച് ഇറക്കി വെച്ചതിലോട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. നമ്മുടെ പച്ചടി റെഡി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
ആണ് നമ്മുടെ അടുത്ത ഐറ്റം ചീരച്ചേമ്പ്. ഇതിൻ്റെ ചീരച്ചേമ്പിൻ്റെ തണ്ടും ഇലയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ടാണ് ഒരു വൈറ്റ് കളർ കാണുന്നത് അതിൻ്റെ തണ്ടാണ് കേട്ടോ, മറ്റേതാണ് ഇല. അതിനുശേഷം നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും കടുകൊക്കെ പൊട്ടിച്ചിടുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്കാണ് ഇത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ചീരച്ചേമ്പ് ആഡ് ചെയ്യേണ്ടത് ഇതിലോട്ടാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ഇത് സിമ്പിളാണ്, തോരൻ വെക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി വളരെ കൂടുതലായിട്ട് നമുക്ക് തോന്നും, ഇത് ഏകദേശം നിറഞ്ഞ് തൂവ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇലയായതുകൊണ്ട് വെന്ത് കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ മൊത്തമായിട്ട് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിലുള്ള കടുക് കറിവേപ്പില എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് ചേരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിവിടെ വളരെ കുറച്ച് ഉപ്പേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. നമുക്ക് കറിയിലായിക്കോട്ടെ തോരനിലായിക്കോട്ടെ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ് ഇത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഇവളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് അറിയാത്തതാണോ എന്നൊക്കെ തോന്നും. പക്ഷെ വളരെ സിമ്പിളാണ്. തോരനാണ് എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങളുടെ സ്റ്റൈൽ ഓഫ് വേയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരിക, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അരപ്പാണ് വേണ്ടത്. ഏകദേശം ചമ്മന്തി പരുവത്തിൽ നമ്മൾ അരപ്പ് തയ്യാറാക്കില്ലേ, അതുപോലെ ചുവന്നുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് തേങ്ങ ഇട്ടിട്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മളെങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കുക അതുപോലെ ഒരു മിക്സ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഉപ്പേരിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഈ ഒരു അരപ്പാണ് ഏറ്റവും മെയിൻ ആയിട്ട് കേട്ടോ. ഇതിട്ടില്ലെങ്കിൽ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏകദേശം അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കാണാം. നമ്മൾ തുടക്കത്തിലുള്ള ക്വാണ്ടിറ്റി അല്ല ഉള്ളത്, നമ്മൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇല ആയതുകൊണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഔഷധമുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ചീരച്ചേമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീട്ടിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ.